നമ്മുടെ കുഹാസിന് തിയറി ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ ഇതിൽ രണ്ടിലും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൈട്രൽ സ്റ്റീനോസിസ്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനും അതാണ്. കണ്ട, ഇത് കുഹാസിലെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച 2 ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുണ്ട്, 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് ഞാൻ ഇട്ടത്. പിന്നെ മൈട്രൽ സ്റ്റീനോസിൻ്റെ ആദ്യം നമുക്ക് ഏറ്റവും പത്തോലൻസ് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പം കുട്ടിക്കാലത്ത് ഈ അക്യൂട്ട് റുമാറ്റിക് ഫീവർ വന്ന പേഷ്യൻറ്റ് കുറേ കഴിയുമ്പോൾ റുമാറ്റിക് ഹാർട്ട് ഡിസീസിലേക്ക് മാറാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു 10 to 20 ഇയേഴ്സിന് ശേഷം. അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക, ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് വാൽവ്സ് സംഭവിക്കും. അപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ വാൽവ് സംഭവിക്കുമ്പോൾ എന്താ പറ്റും, ഈ വാൽവിൻ്റെ അറ്റത്ത് കമ്മീഷ്യസ്, അതായത് തമ്മി ജോയിൻ ചെയ്യുന്നൊരു ഭാഗം, അപ്പോൾ ഇവിടെ എന്താ പറ്റും, ഫ്യൂഷൻ സംഭവിക്കും, കമ്മീഷ്യൽ ഫ്യൂഷൻ. ആൻഡ് ഫ്യൂസ് സംഭവിച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടോ, അതെന്ന് പറഞ്ഞാൽ ഫിഷ് മൗത്ത് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ വാൽവില്ലേ, ഈ വാൽവ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വളരെ നാരോ ആകും, എന്നിട്ട് ഇത് ഓപ്പൺ ആവാൻ വളരെ ഡിഫിക്കൽട്ട് എന്ന രീതിയിൽ ടൈറ്റ് ആയിരിക്കും. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. കാരണം കാൽസിഫിക്കേഷനാണ്. കാൽസിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം, കാൽസിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കട്ടി പിടിച്ചു എന്നർത്ഥം. കട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഈ വാൽവ്സ് തമ്മിൽ അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥ, ഇമ്മൊബിലൈസേഷൻ ഓഫ് വാൽവ് ലീഫ്ലെറ്റ്സ്, അങ്ങനെ സ്റ്റീനോസം. അതായത് ഈ കാൽസിഫിക്കേഷൻ സംഭവിച്ചു, വാൽവ് ഓപ്പൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു വാൽവ് ഇവിടെ പൊസിഷൻ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇട്ടത്. ഇനി ഇതിൻ്റെ ഹീമോഡൈനാമിക് ഈവൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യമേ ഇതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, മൈൽഡ് മോഡറേറ്റ് മൈട്രോസിനോസും സിവിയർ മൈട്രോസിനോസും. അപ്പോൾ ഈ മൈൽഡ് ടു മോഡറേറ്റ് മൈട്രോസിനോസ് എന്താ സംഭവിക്കുക, അപ്പം ഈ മൈൽഡ് ആയിട്ടുള്ള കേസുകളിൽ ഇവർക്ക് ശരിക്കും പ്രശ്നമൊന്നുമില്ല അറ്റ് നോർമൽ സ്റ്റേറ്റിൽ. പക്ഷേ പേഷ്യൻ്റ് അണ്ടർ സ്ട്രെസ്സിലോ എക്സസൈസിലോ അങ്ങനെയുള്ള അവസ്ഥ, അങ്ങനെ ഒരു എനർജി ആയിട്ടുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും എന്താ പറ്റുക, ഒബ്വിയസ്ലി എന്ത് പറ്റും, ടക്കിക്കാർഡിയ സംഭവിക്കും. ടക്കിക്കാർഡിയ പെട്ടെന്ന് ഹാർട്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഹാർട്ടിന് ഡയസ്റ്റോളിയുടെ ടൈം കുറയും. ഡയസ്റ്റോളിക് ടൈം പറയുമ്പോൾ എന്ത് പറ്റും, ഹാർട്ട് റിലാക്സ് ചെയ്യാനുള്ള സമയം വളരെയധികം കുറയും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഓൾറെഡി അറിയാലോ വാൽവ് സ്റ്റീനോസ്റ്റാ, അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ വാൽവ് മര്യാദയ്ക്ക് തുറന്ന് പുറത്തോട്ട് പോകാത്തതുകൊണ്ട് ഈ ബ്ലഡ് കൂടുതൽ തങ്ങി നിന്നിട്ട് ലെഫ്റ്റ് ഏട്രിയൽ പ്രഷർ വളരെയധികം കൂടും. ലെഫ്റ്റ് ഏട്രിയൽ പ്രഷർ കൂടുമ്പോൾ എങ്ങനെ എന്താ പറ്റുക, പൾമണറി വെയിൻ്റെ പ്രഷർ കൂടും, പിന്നെ ലങ്സിലേക്ക് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കഥ. എന്നിട്ട് എന്ത് പറ്റും, പൾമണറി എഡിമ വരും, അങ്ങനെ ഡിസ്നി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ ഫീച്ചേഴ്സ് പോലെയൊക്കെ, ഡിസ്നിയോൺ എക്സേഷൻ, ഓർത്തോപ്നിയ, PND അങ്ങനെ സംഭവങ്ങളാണ്. അപ്പോൾ ഹാർട്ടിന് നമുക്കൊരു സമാധാനം കൊടുക്കാനായിട്ട് കുറച്ച് ബീറ്റാ ബ്ലോക്കർ കൊടുക്കാം, ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞോളാം. പിന്നെ ഈ സിവിയർ MS എന്താ സംഭവിക്കുക, ഈ പൾമണറി ക്യാപ്പിലറി വെഡ് പ്രഷർ, അതായത് നമ്മൾ പറഞ്ഞ ഏട്രിയുടെ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പെയിനിലോട്ടുള്ള പ്രഷറില്ലേ അത് കൂടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഈ ലെഫ്റ്റ് ഏട്രിയൽ പ്രഷർ കൂടുന്നു, ആ പ്രഷർ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ലെൻസിലേക്ക് പോകുന്നു, അതാണ് സംഭവം. അപ്പം ഈ ഒരു പ്രഷർ വളരെയധികം കൂടിയിട്ട് എങ്ങടേക്ക് വരും, ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു പൾമണറി ആർട്ടറിയിലേക്ക് എന്നുള്ള ലെവലിലേക്ക് എത്തും. അങ്ങനെ എന്ത് പറ്റും, പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷനാണ്. പൾമണറി ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്റ്റോറി മാറുക. പിന്നെ അത് റൈറ്റ് ഹാർട്ടിനെ ബാധിക്കും. റൈറ്റ് ഹാർട്ടിൽ നിന്ന് പിന്നെ നേരെ മറ്റേ ഹെപ്പാറ്റോ അതായത് അസൈറ്റിസ് ആ ഒരു രീതിയിലേക്ക് നീങ്ങും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഈ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ എത്തുന്ന പറഞ്ഞില്ല, പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ റൈറ്റ് ഹാർട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി സംഭവിക്കും. എന്തുകൊണ്ടല്ലേ റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി സംഭവിക്കുന്നത്, ഈ ടൈറ്റ് പ്രഷറിലൂടെ ഹാർട്ട് ഇടിക്കണം. അപ്പോൾ ഹാർട്ട് ഇടിക്കുമ്പോൾ കൂടുതൽ എനർജി വേണ്ടി വരും. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ ഒരു ഹൈപ്പർട്രോഫിയാണ്. അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും, ട്രൈകസ്പിഡ് റിഗർജിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫിയിലാണ് പ്രഷർ കൂടുതലായിരിക്കും, അപ്പോൾ നേരെ റിഗർജിക്കേറ്റ് ചെയ്യും. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽമണറി P2 പൾമണറി ഹൈപ്പർ ടെൻഷൻ കാരണം. പിന്നെ എന്ത് പറ്റും, പ്രോമിനൻ്റ് പൾസേഷൻസ് കേൾക്കാം. പിന്നെ പാരാസ്റ്റേണൽ ഹീം എന്തുകൊണ്ടാണ്, റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി. പിന്നെ A and V waves JV പ്രോമിനൻ്റ് ആവും. പിന്നെ തിയറി ഓഫ് സെക്കൻഡ് സ്റ്റീനോസിസ്, അതെന്താ സംഭവം, പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ എൻഡോത്തീലിയൊക്കെ ചെറുതായിട്ട് ഡിസ്റ്റർബ് ആവും. അപ്പോൾ എന്ത് പറ്റും, നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ പൾമണറി വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കും. പൾമണറി വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നത് പറ്റും, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് വളരെയധികം കുറയും. അപ്പോൾ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഏട്രിയത്തിൽ ലോഡ് കുറയുമല്ലോ, അപ്പോൾ ഹാർട്ടിന് സമാധാനം കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അസുഖം ഭേദപ്പെട്ടെന്ന്. പക്ഷേ അവിടെ തെറ്റി, അവിടെ നമുക്ക് അസുഖം ഭേദം പറ്റില്ല, അസുഖം കൂടുതൽ സിവിയർ ആകുക ചെയ്തത്. പിന്നെ വെരി സിവിയർ കേസ് ഓഫ് MS എന്താ സംഭവിക്കുക, പക്ക ഒരു ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഒരു ഹാർട്ട് ഫെയിലിയർ ലൈക്ക് സിംറ്റംസ് കൂടുതൽ സ്ട്രോങ് ആവുക ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊരു സംഭവം സംസാരിക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് ഏട്രിയത്തിലെ പ്രഷർ വളരെയധികം കൂടുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിലെ പ്രഷർ കൂടുമ്പോഴത്തേക്കും എന്ത് പറ്റും,
ഈ ലെഫ്റ്റ് ഏട്രിയം സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങും, സ്ട്രക്ചർ ആൻഡ് ഡയലേഷൻ. അപ്പം ആ ഏട്രിയത്തിന് സുഖമില്ലാത്ത അവസ്ഥയാണ്. അപ്പം എന്ത് പറ്റും? ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഏട്രിയം ഇങ്ങനെ ഇടിക്കുന്നില്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏട്രിയൽ ഫിബ്രിലേഷൻ സംഭവിക്കും. പിന്നെ ഏട്രിയൽ ഫിബ്രിലേഷൻ സംഭവിച്ചാൽ അതിൻ്റെ കൂടെ വരുന്ന സംഭവം അറിയാം, ലെഫ്റ്റ് ഏട്രിയൽ ക്ലോട്ട് സംഭവിക്കും, പിന്നെ എംബോളൈസേഷൻ, സ്ട്രോക്ക്, അങ്ങനെ ആ രീതിയിലേക്ക് നീങ്ങും. പിന്നെ ഈസോഫാജിയൽ കംപ്രഷൻ അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ ഡയലേറ്റ് ചെയ്യുന്നു. അടുത്തുള്ള റിലേഷൻ സ്ട്രക്ചർ ആയതാ ഈസോഫാക്സിലെ കയറി കംപ്രസ് ചെയ്യും. അങ്ങനത്തെ ഫുഡ് ഒരു മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ, ഡിസ്ഫേജിയ സംഭവിക്കും. പിന്നെ എന്താ സംഭവിക്കും? അതിൻ്റെ ഇപ്പോൾ സാധനമാണ് റെക്കറൻറ്റ് ലാറിഞ്ചൽ നെർവ്, അതിലും കയറി ഒന്ന് ടൈറ്റ് ഇറുക്കിയിട്ട് ഹോഴ്സ്നെസ് സംഭവിക്കും. അതിനാണ് ഓട്ട്നേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബേസിക് കാര്യങ്ങൾ, അതായത് JVP കൂടുന്നു, മറ്റേ പ്രഷർ കൂടുന്ന കാരണം അത് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പൾമണറി ഹൈപ്പർടെൻഷൻ കാരണം തിരിച്ച് മേളോട്ട് അത് കാരണം JVP കൂടുന്നു. അതുകൊണ്ട് അസൈറ്റിസ് വരാം. അതായത് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് മറ്റേ പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാക്കി അസൈറ്റിസ് വരാം. പിന്നെ നമ്മൾ സിവിയർ കേസിൽ ഹൈപ്പോടെൻഷൻ സ്ട്രോക്ക് ഒക്കെ വരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓസ്കർട്ടേറ്ററി ഫൈൻഡിങ്സ് നോക്കാം. ഓക്കെ, ഇനി A2 OS ഇൻ്റർവൽ അതെന്താ സംഭവം? A2 എന്ന് പറഞ്ഞാൽ എന്താ? S2ൻ്റെ ഒരു കമ്പോണൻ്റ് ആണല്ലോ. S2 സംഭവിച്ച ശേഷം OS എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്നാപ്പാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മുടെ ഈ സ്റ്റീനോസ്റ്റ് ആയിട്ടുള്ള വാൽവ് കട്ടി പിടിച്ച് കിടക്കുന്ന വാൽവ് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വീണിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കുറച്ച് ആദ്യം ഒന്നും അനങ്ങത്തില്ല, കുറച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഓപ്പൺ ആവുന്നത്. കാരണം എന്താ? ആ ഒരു സ്റ്റീനോസ്റ്റ് ആയതുകൊണ്ട് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് കഴിഞ്ഞു, പിന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഒറ്റ തുറന്നു. അതാണ് ഈ ഓപ്പണിംഗ് സ്നാപ്പ് എന്ന് പറയുന്നത്. ഈ സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് A2 OS ഇൻ്റർവെൽ കുറയാണ് ചെയ്യുന്നത്. പിന്നെ പ്രീ സിസ്റ്റോളിക് ആക്സിൻറ്റുവേഷൻ അതെന്താ സംഭവം? പ്രീ സിസ്റ്റോളിക് ആക്സിൻറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഈ ഏട്രിയം ഈ ഏട്രിയം കൺട്രാക്ട് ചെയ്യുമല്ലോ, ഈ ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്ന ഈ സ്റ്റീനോസ്റ്റ് വെസലിൽ കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ബ്ലഡ് പെട്ടെന്ന് റഷ് ചെയ്തിട്ട് ആ ഒരു ചെറിയ വെസലിൽ കൂടെ അങ്ങ് പോകും. ഈ ഒരു സ്പേസിൽ കൂടെ പോകും. അപ്പോൾ എന്താ പറ്റുന്നത്? ഒരു സൗണ്ട് വരുന്നതാണ് പ്രീ സിസ്റ്റോളിക് ആക്സിൻറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി S1 ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. S1 ഇവിടെ ലൗഡാണ്. S1 ലൗഡായതിന് കാരണം എന്താണ്? ഈ തുറന്ന വാൽവിൽ ഇങ്ങനെ കട്ടി പിടിച്ചാൽ തുറന്ന വാൽവ് നേരെ അറ്റത്തോട്ട് പോകും, മാക്സിമം അറ്റത്തോട്ട് പോകും. ഈ അറ്റത്തോട്ടുള്ള സാധനം അത്രയും ദൂരത്തൊന്നും ഹൈ വെലോസിറ്റി ഒന്നാണ് പെട്ടെന്ന് ഇരിക്കുന്നത്. അതാണ് ഇൻക്രീസ്ഡ് വെലോസിറ്റി. അതുകൊണ്ടാണ് ലൗഡ് S1 വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മർമർ വരും. മർമർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത്? ഈ ഹാർട്ട് അടിക്കുമ്പോഴൊന്നുമല്ല, ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോഴാണ്. ഐസോവോൾമിക് റിലാക്സേഷൻ ഫേസിലാണ് മർമർ വരുന്നത്. കാരണം എന്താ? ഇൻകംപ്ലീറ്റ് മൈട്രൽ വാൽവ് ഓപ്പൺ. നമ്മൾ പറഞ്ഞല്ലോ ഈ സംഭവം കാൽസിഫൈഡ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ് മൈട്രൽ വാൽവ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ബ്ലഡ് ആസ് യൂഷ്വലി ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ ചെറിയ സ്ഥലത്തൂടെ അത്ര ഒരു സ്റ്റീനോസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ ബ്ലഡ് വരുമ്പോഴത്തേക്ക് ഒരു ടർബുലൻസ് ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന ഒരു സൗണ്ടാണ് ഈ ഒരു മർമർ എന്ന് പറയുന്നത്. സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് ഡ്യൂറേഷൻ കൂടും. പിന്നെ ഈ മർമറിൻ്റെ ഈ ഫീച്ചേഴ്സ് നമ്മൾ ഈ വൈവിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. അതായത് മിഡ് ഡയസ്റ്റോളിക്, ലോ പിച്ച്ഡ്, റഫ് റംബ്ലിംഗ്, ബെസ്റ്റ് ഹെഡ് ഇൻ ദ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ബെല്ലോ സ്റ്റെസ്കോപ്പ് വെച്ചാണ് നല്ല കേൾക്കുന്നത്, റേഡിയേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇത് നമ്മൾ വൈവിയിൽ ഇങ്ങനെ തന്നെ പറയണം, അത് നിങ്ങൾ പഠിച്ച് ശീലിക്കണം. ഇനി അടുത്ത ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ആണ്. നമ്മൾ S1 പറ്റി പറഞ്ഞു. ഇനി S2 എന്താ സംഭവിക്കുക? S2 നമ്മൾ എന്തൊക്കെ പാൽപ്പബിൾ ആയിരിക്കും, വൈഡ് സ്പ്ലിറ്റ് ആകാം. പിന്നെ S3, S4 അത് ഇല്ല, ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ BP നോർമലായിരിക്കും. JVP എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു KVA പ്രൊമൻ്റ് ആയിരിക്കും. ഇനി അപ്പെക്സ് ഇവിടെ ടാപ്പിംഗ് അപ്പെക്സ് ആണ്, ജസ്റ്റ് ഇങ്ങനെ തട്ടിപ്പോകുന്ന രീതിയിലുള്ള അപ്പെക്സ്. അതുവരെ അത് ലാറ്ററൽ ഡിസ്പ്ലേസ് ആകാം. പിന്നെ മർമറിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്. ഇനി ECG ഫൈൻഡിങ്സ്. ഇവിടുത്തെ ഈ ECG ഫൈൻഡിങ്സ് എന്തായിരിക്കും? ആദ്യം നമുക്ക് P മൈട്രൽ എന്ന് സംസാരിക്കാം. P മൈട്രൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഏട്രിയൽ പ്രഷർ വളരെയധികം കൂടും. ലെഫ്റ്റ് ഏട്രിയൽ പ്രഷർ കൂടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രത്യേക പെക്യൂലിയർ ECG ഫൈൻഡിങ് ഉണ്ടാവും. അത് നമുക്ക് ഈ സെക്കൻഡ് ലീഡിൽ ഉണ്ടാവുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹമ്പ്, എൻഹാൻസ് സെക്കൻഡ് ഹമ്പ്, ഇങ്ങനെ ഹമ്പ് വാരി വരും. അതാണ് ഇതിൻ്റെ ഫീച്ചർ. അതൊരു V1 ഉണ്ട്. V1 എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഡിഫ്ലക്ഷൻ, അടിയിലേക്കുള്ള ഡിഫ്ലക്ഷൻ നല്ല രീതിയിൽ കൂടും. അടുത്ത് P പൾമണറി. P പൾമണറി വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാർട്ടിലുള്ള പ്രശ്നം നേരെ റൈറ്റ് ഹാർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ആ ഒരു ഫേസിലാണ് ഇത് വരുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് P പൾമണറിയിലാണ്. അത് പൾമണറി ആയിട്ട് ഹൈപ്പർടെൻഷൻ കാണാം. അതെന്തോ സെക്കൻഡ് ഇതിലെന്തോ സംഭവിക്കുന്നത്? ആ ഒരു വേവ് ഭയങ്കര ഹൈ ആയിട്ട് ഇങ്ങനെ കൂടും. ഓക്കെ, ഇനി കോംപ്ലിക്കേഷൻ ജസ്റ്റ് സംസാരിക്കാം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, എംബോളിസം വരാം, പൾമണറി എഡിമ വരാം, റൈറ്റ് ഹെഡ് ഫെയിലിയർ വരാം. അതുപോലെ തന്നെ ഈ പ്രഷർ കാരണം എൻഡോത്തീലിയൽ ഡാമേജ് ആണ്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് അടിക്കാം. ഇനി അടുത്ത് ഇവാലുവേഷൻ മാനേജ്മെൻറ്റ് ഓഫ് മൈട്രോസിനോസ്. നമ്മൾ എന്ത് സംഭവിച്ചാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, മാനേജ്മെൻറ്റ് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇൻവെസ്റ്റിഗേഷൻസ് എഴുതണം, ട്രീറ്റ്മെൻറ്റ് എഴുതണം. അല്ലാതെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ എഴുതും. അപ്പം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്തോ ECG മോഡറേഷൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ചെസ്റ്റ് എക്സ്റേയിൽ എന്താ സംഭവിക്കാം? ചെസ്റ്റ് എക്സ്റേയിൽ ഇയർലി ഫേസിന് സ്ട്രൈറ്റനിങ് ഓഫ് ദ
അപ്പർ ലെഫ്റ്റ് ഹാർട്ട് ബോർഡ് സംഭവിക്കും. അതെന്താണ്? നമുക്ക് ജസ്റ്റ് എക്സ്റേ നോക്കും. കണ്ട, നിങ്ങൾ ഇതൊരു MS പേഷ്യൻ്റ് ടിപ്പിക്കൽ എക്സ്റേ ആണ്. കണ്ട, സ്ട്രെയിറ്റനിങ് ഓഫ് ദ ലെഫ്റ്റ് ഹാർട്ട് ബോർഡ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇതിൽ ലെഫ്റ്റ് ഏട്രിയൽ എൻലാർജ്മെൻറ്റ് അതൊക്കെ നമുക്ക് കൂടുതൽ രീതിയിൽ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പൾമണറി എഡിമയുടെ ഫീച്ചേഴ്സ് വരും. ഒബ്വിയസ്ലി നമ്മളിത് ചൂടെ സിവിയർ ആയി കഴിഞ്ഞാൽ ലങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പൾമണറി എഡിമയുടെ ഫീച്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഈ കേർലി ബി ലൈൻസ് കാണാൻ പറ്റും. കേർലി ബി ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ചെറിയ ലൈൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേർലി ബി ലൈൻസ്. കേർലി ബീസ് ലൈൻസ് കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ലൈൻസ് ആണ്. അതാണ് കേർലി ബി ലൈൻസ്. അതുപോലെ കേർലി എ ഉണ്ട്, സി ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ്, അത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലുമായിട്ട് വരും. കേർലി സി എന്ന് പറഞ്ഞാൽ ബേസിലായിട്ട് വരുന്നത് ലങ്സിൻ്റെ. ഇനി നമ്മൾ പറഞ്ഞ പോലെ സിവിയർ കേസിൽ റൈറ്റ് വെൻട്രിക്കിളിൽ ഉള്ള ഇത് വലിപ്പം കാണിക്കും, പിന്നെ റൈറ്റ് ഏട്രിയലിലുള്ള ഒരു പ്രശ്നങ്ങൾ കാണിക്കും. അതൊക്കെ നമ്മൾ എക്സ്റേയിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡബിൾ ഡെൻസിറ്റി സൈൻ. ഡബിൾ ഡെൻസിറ്റി സൈൻ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് ആട്രിയം എന്ന് വെച്ചു, ഇത് റൈറ്റ് ഏട്രിയം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം. ഈ ലെഫ്റ്റ് ഏട്രിയം ആണല്ലോ ഇവിടെ പ്രശ്നം. ലെഫ്റ്റ് ഏട്രിയം വലുതാവും. അപ്പോൾ റൈറ്റ് ഏട്രിയം കമ്പാരിറ്റീവ്ലി നോർമലാണ്. അപ്പം ഈ ലെഫ്റ്റ് ഏട്രിയം വലുതായി കിടക്കുന്ന നമുക്കൊരു സൈൻ കാണും. ഡബിൾ അതായത് അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ഒരു സൈൻ കാണും. കണ്ട, ഇത് വലുതായി കിടക്കും, ഇത് ചെറുതായി കിടക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റേയിലൊന്ന് കാണിച്ചു തരാം. അതായത് കണ്ട, ഇതാണ് നോർമൽ. ഇതാണ് മറ്റേതിൻ്റെ വലിപ്പം കാരണം എക്സാജറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, അതാണ് ഡബിൾ ഡെൻസിറ്റി സൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്കോയിൽ എന്താ കാണാൻ പറ്റും? എക്കോയിൽ ട്രാൻസ് തൊറാസിക് എക്കോ കാർഡിയോഗ്രാഫ് നമ്മൾ ചെയ്യും. അത് ഒബ്വിയസ്ലി കളർ ഡ്രോപ്പുകളുടെ കൂടാണ് ചെയ്യുന്നത്. നമുക്ക് ആ ബ്ലഡിൻ്റെ ആ വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യം കിട്ടും. മൈട്രൽ ഇൻഫ്ലോ വെലോസിറ്റി കിട്ടും, പിന്നെ എന്തെങ്കിലും അസോസിയേറ്റ് മർമർ ഉണ്ടെങ്കിൽ കിട്ടും, പിന്നെ ഈ വാൽവിന് എന്തെങ്കിലും മോർഫോളജിക്കൽ ഡിസ്റ്റോഷനോ കാൽസിഫിക്കേഷനോ വെൽറ്റി പ്രശ്നം എന്തെങ്കിലും കിട്ടും. ഈ ട്രാൻസ് ഈസോഫാജിൽ എക്കോ കാർഡിയോഗ്രഫിയാണ്. അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ലെഫ്റ്റ് ഏട്രിയൽ ത്രോംബോസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കാർഡിയക് കത്തീഡ്രൈസേഷൻ. കാർഡിയക് കത്തീഡ്രൈസേഷൻ ഇങ്ങനെ ചെയ്യുന്നതിനെന്ന് വെച്ചാൽ പ്രഷർ ഡിഫറൻസ് കാര്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയാണ്. അത് റുട്ടീനായിട്ട് ചെയ്യാറില്ല, അത് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമാണ്. ഇനി മെഡിക്കൽ മാനേജ്മെൻറ്റ് ഈ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷന്, അതായത് റുമാറ്റിക് ഫീവർ പ്രശ്നങ്ങൾ, പിന്നെ ഈ മൈട്രൽ സിനോസിൻ്റെ കോംപ്ലിക്കേഷൻ ആൾക്കാർ, ഇവർ നമുക്ക് സെക്കൻഡറി പ്രൊഫൈലാക്സ് ഓഫ് റുമാറ്റിക് ഫീവർ ചെയ്യുന്ന നല്ലതായിരിക്കും. പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ റുമാറ്റിക് ഫീവർ, അതായത് എന്തൊക്കെയാണ്? പെൻസിലിൻ G കൊടുക്കാം, പെൻസിലിൻ V കൊടുക്കാം, സൾഫർ ഡയാസിൻ കൊടുക്കാം, മാക്രലൈഡ് കൊടുക്കാം. ഇതൊക്കെയാണ് ഡോസ് വരുന്നത്. പിന്നെ പ്രൊഫൈലാക്സിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ഈ പക്ക ഇത് മാനേജ്മെൻറ്റ് പ്രൊഫൈലാക്സിസ് ഓഫ് റുമാറ്റിക് ഫീവറിന് പക്ക അത് തന്നെ. അതായത് ഇതാണ് അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ ടൈം പീരീഡും. ഇനി എന്താ അടുത്തത്? നമ്മൾക്ക് ഈ ഒരു അസുഖത്തിന് എന്ത് പറ്റും? ക്ലോട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കും ആൻറ്റിക്വാലം കൊടുക്കണം, വാർഫാറിനാണ് പ്രിഫേർഡ്. ഇനി ഒരു ഇൻ്റർവെൻഷൻ മൊഡാലിറ്റിയാണ് മൈട്രൽ വാൽവുലോട്ടമി. അതെന്താ സംഭവം? PMBV, പെർക്യൂട്ടേനിയസ് മൈട്രൽ ബലൂൺ വാൽവുലോപ്ലാസ്റ്റി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്യൂബ് കയറ്റിയിട്ട് ബലൂൺ വീർപ്പിക്കും ആ ഒരു സ്റ്റിനോസ്റ്റ് വാൽവിൻ്റെ അടുത്തുകൊണ്ട്, ഇൻഫ്ലേറ്റഡ് അക്രോസ് മൈട്രൽ വാൽവ്, അങ്ങനെ അത് റെഡിയാവും. അതാണ് ഈ ഒരു പ്രൊസീജിയർ. പക്ഷേ ഈ പ്രൊസീജിയർ എല്ലാ കേസിലും പറ്റുമോ? ചില കേസിൽ നമുക്ക് പറ്റില്ല. ഇത് ഇൻഡിക്കേഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിവിയർ സ്റ്റേജ് ഓഫ് MS, അല്ലെങ്കിൽ മറ്റേ ഈ പറഞ്ഞ പോലെ ഫേവറബിൾ വാൽവ് ഒന്നും ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് PMBV നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർജറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതിന് ഈ PMBV പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് സർജറി ഉപയോഗിക്കാം. PMBV പറ്റാത്ത സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലോസ്ഡ് വാൽവോട്ടോമി യൂസ് ചെയ്യാം, ഓപ്പൺ മൈട്രൽ വാൽവോട്ടോമി യൂസ് ചെയ്യാം, മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യാം. ഓപ്പൺ മൈട്രൽ വാൽവോട്ടോമി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ഹാർട്ട് പ്രൊസീജിയറാണ്. ഹാർട്ട് തുറന്നിട്ട് മൈട്രൽ വാൽവിന് അവിടെ ക്ലിയർ ചെയ്യലാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പ്രൊസീജിയറാണ്. പിന്നെ നമ്മളിതിൻ്റെ ഒരു ഫൈനൽ മൊഡാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ്, കംപ്ലീറ്റ്ലി മൈട്രൽ വാൽവ് റീപ്ലേസ് ചെയ്യുന്നത്. താങ്ക് യു.